then we are moving on to the next portion. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, കോൾ മാക്സിന്റെ. അത് ക്വസ്റ്റ്യൻ വരാൻ ഒരു 99.9% ഞാനൊരു ചാൻസ് കാണുന്നുണ്ട്. കാരണം അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. ജസ്റ്റ് പറഞ്ഞു പോകുന്നത് കേട്ടാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ എല്ലാവരും വേഗം വേഗം ജോയിൻ ചെയ്യുക. എക്സാംസിന് അധികം ടൈം ഒന്നുമില്ല. എല്ലാവരും എന്ത് ചെയ്യണം, maximum prepare ayala time utilize cheyanam. So then the next question we are going to discuss is explain Karl Marx's concept of historical materialism. Discuss how this perspective differs from Hegel's idealism. appo Karl Marx inde historical materialism ine kurichu a concept ine kurichu explain cheyanum enganeyana ee oru perspective ഹേഗൽസിന്റെ ഐഡിയലിസവുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിഫർ ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ഹേഗലിന്റെ ഐഡിയലിസം തമ്മിലുള്ള ഡിഫറൻസും എന്താണ് എന്നുള്ളത്. അപ്പൊ കാൾ മാക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പ്രൊസൈഡ് ചെയ്യുന്നത് എന്താണ്, സോഷ്യൽ റിലേഷൻസും എക്കണോമിക് കണ്ടീഷൻസും ഹ്യൂമൻ ലേബേഴ്സുമാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്രൈവേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഏതൊക്കെ ബേസിസ് ആണ്, സോഷ്യൽ റിലേഷൻസ് ഉണ്ട്, എക്കണോമിക് കണ്ടീഷൻസ് ഉണ്ട്, ഹ്യൂമൻ ലേബേഴ്സ് ഉണ്ട്. ഇവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഡ്രൈവ് ഓൺ ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഈ ഒരു തിയറി ആർഗ്യൂ ചെയ്യുന്നത് മെറ്റീരിയലിസ്റ്റിക് കണ്ടീഷൻസിനെ കുറിച്ചാണ്, മെറ്റീരിയൽ കണ്ടീഷൻസിനെ കുറിച്ച്. അപ്പൊ അവിടെ എന്താണ്, അധികവും കോൾ മാക്സ് പറയുന്ന ഒരു കാര്യം എക്കണോമിക്കൽ ബേസിസിൽ തന്നെ ആയിരിക്കും. ഒരു 90% ആളുടെ കംപ്ലീറ്റ് കാര്യം എക്കണോമിക് ബേസിസിൽ തന്നെയാണ് വരുന്നത്. അപ്പോ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് പെർട്ടിക്കുലർലി ദ എക്കണോമിക് ബേസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിന്റെ ആ ഒരു എക്കണോമിക് ബേസിനെയാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സോ അത് എന്ത് ചെയ്യാണ്, ഹ്യൂമൻ കോൺഷ്യസ്നെസ്സും ഒരു സോഷ്യൽ സ്ട്രക്ചേഴ്സുമാണ് അവിടെ ടേക്ക് ഓൺ ചെയ്യുന്നത്, ലൈക്ക് ദ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ. സോ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്തായിരുന്നു, ദാറ്റ് ഈസ് ഇറ്റ് പൊസൈഡിങ് ദ ഫണ്ടമെന്റൽ ഡ്രൈവേഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. ഏതൊക്കെയാണ്, എക്കണോമിക് കണ്ടീഷൻസ്, സോഷ്യൽ റിലേഷൻസ്, ഹ്യൂമൻ ലേബർ. ക്ലിയർ ആണല്ലോ. ആ ഒരു ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ദെൻ ഹേഗലിന്റെ ഐഡിയലിസത്തിൽ ഇൻ കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് ഹേഗൽ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ മൈൻഡിൽ വേണം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം. ദെൻ ഹേഗലിന്റെ ഐഡിയലിസത്തിൽ ആള് ബിലീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഐഡിയാസ്, ദാറ്റ് ഇസ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, ഐഡിയാസ് ഡ്രൈവ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. ഐഡിയാസ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ആണ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസിനെ ഡ്രൈവ് ഓൺ ചെയ്യുന്നത്. ഐഡിയലിസം എന്നുള്ള ആ ഒരു ടേം തന്നെ മനസ്സിലാക്കാം. ആളുടെ മെയിൻ പോയിന്റ് എന്താണ്, ഐഡിയ അല്ലെങ്കിൽ സ്പിരിറ്റ് ആണ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചിന്റെ ഡ്രൈവിംഗ് ഫണ്ടമെന്റൽ ഫാക്ടർ എന്നുള്ള രീതിയിലാണ് ആര് പറഞ്ഞിട്ടുള്ളത്, ഹേഗൽസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാർക്സ് അവിടെ കണ്ടന്റ് ചെയ്തിട്ടുള്ള എന്താണ്, മെറ്റീരിയൽ കണ്ടീഷൻസ്, അതായത് എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് സ്ട്രഗിൾസ് എന്ന് പറയുന്നത് അതാണ് കറക്റ്റ് ആയിട്ടുള്ള എന്ത് കൊണ്ടുവരുന്നത്, റിയൽ ഡ്രൈവിംഗ് ഫോഴ്സസ് എന്നുള്ള രീതിയിൽ കോൾ മാക്സ് വീണ്ടും അതിനെ പറയാണ്, ഇറ്റ് ഇസ് നോട്ട് അബ്സ്ട്രാക്ട് ഐഡിയാസ് എന്നുള്ള പോയിന്റ്. അപ്പൊ ഹേഗൽ എന്ത് ചെയ്തു, ഹേഗൽ സോ ഹിസ്റ്ററി ആസ് ദ അൺഫോൾഡിംഗ് ഓഫ് ഐഡിയാസ് ടുവേർഡ്സ് ഗ്രേറ്റർ ഫ്രീഡം. ഹേഗൽ എന്ത് രീതിയിൽ കണ്ടു, അപ്പോ ഹേഗൽ പറഞ്ഞത് എന്താണ്, ആള് ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് കണ്ടത്, ഒരു അൺഫോൾഡിംഗ് ഐഡിയാസ് എന്നുള്ള രീതിയിലാണ്. അൺഫോൾഡിംഗ് ഓഫ് ഐഡിയാസ് ടുവേർഡ്സ് ഗ്രേറ്റർ ഫ്രീഡം. ഒരു ഗ്രേറ്റർ ഫ്രീഡത്തിലേക്കുള്ള ആ ഒരു ഐഡിയാസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹി സോയിങ് ദ ഹിസ്റ്ററി ആസ് ദ അൺഫോൾഡിംഗ് ഓഫ് ഐഡിയാസ് എന്നുള്ള രീതിയിലാണ്. സോ കോൾ മാക്സ് അവിടെ വിശ്വസിച്ചിരുന്ന കാര്യം എന്തായിരുന്നു, രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് ക്ലിയർ ആവുക. കോൾ മാക്സ് വിശ്വസിച്ചത് എന്താണ്, എക്കണോമിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ക്ലാസ് കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, ഹി ബിലീവ് ദാറ്റ് ഹിസ്റ്ററി ഇസ് ഷേപ്ഡ് ബൈ ദിസ് ഫാക്ടേഴ്സ് വിത്ത് മെറ്റീരിയൽ കണ്ടീഷൻസ് ഡിറ്റർമൈനിങ് ദ സൊസൈറ്റൽ ചേഞ്ച്. സോ അവിടെ ഫ്യൂബാക്സിന്റെ മെറ്റീരിയലിസം പറയുന്നുണ്ട്, അതും കൂടി അതിലൊന്ന് ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഫ്യൂബാക്സിന്റെ മെറ്റീരിയലിസം എന്ന് പറയുമ്പോൾ ആൾ അവിടെ എംഫസൈസ് ചെയ്യുന്നത് എന്താണ്, ഫിസിക്കൽ ബേസിസ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. ഹ്യൂമൻ കോൺഷ്യസ്നെസിന്റെ ആ ഒരു ഫിസിക്കൽ ബേസിസിനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫ്യൂബാക്സ് നോട്ട് ഡൗൺ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഇസ് സിഗ്നിഫിക്കന്റ്ലി ഇൻഫ്ലുവൻസ്ഡ് മാർക്സ് ഡെവലപ്മെന്റ് ഓഫ് ദിസ് മെറ്റീരിയലിസ്റ്റിക് കോൺസെപ്ഷൻ ഓഫ് ഹിസ്റ്ററി. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ഒരു മലയാളം ഡെഫിനിഷൻ അല്ലെങ്കിൽ മലയാളം എക്സ്പ്ലനേഷനും കൂടി കിട്ടുമ്പോഴേക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലേക്ക് എത്തും. അപ്പൊ കോൾ മാക്സിന്റെ ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദം സിദ്ധാന്തിക്കുന്നത് സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, മനുഷ്യ അധ്വാനം എന്നിവയാണ് ചരിത്രപരമായിട്ടുള്ള മാറ്റത്തിന്റെ അടിസ്ഥാന
പ്രേരക ശക്തികൾ എന്നുള്ളതാണ്. ഈ സിദ്ധാന്തം വാദിക്കുന്നത് ഭൗതിക സാഹചര്യങ്ങൾ, അതായത് പ്രത്യേകിച്ചും സമൂഹത്തിന്റെ സാമ്പത്തിക അടിത്തറ മനുഷ്യന്റെ ബോധത്തെയും രാഷ്ട്രം, മതം തുടങ്ങിയ സാമൂഹിക ഘടനകളെയും എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇനി ഹേഗലിന്റെ കാര്യം എന്താണെന്നുള്ളതാണ്. ആശയങ്ങൾ, അതായത് ചൈതന്യം, അതായത് ആ ഐഡിയ, സ്പിരിറ്റ് ആണ് ചരിത്രപരമായിട്ടുള്ള മാറ്റത്തിന് കാരണമെന്ന് വിശ്വസിച്ച ആളാരാണ്? ഹേഗലാണ്. ഹേഗലിന്റെ ആദർശവാദത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത്. ഓക്കെ, സോ മാർക്സിന്റെ വ്യൂ പോയിന്റ് എന്താണെന്നുള്ളതും ഹേഗലിന്റെ വ്യൂ പോയിന്റ് എന്താണെന്നുള്ളതും നമ്മൾ അടുത്തുണ്ട്. അപ്പൊ മാർക്സ് വാദിച്ചത് എന്താണ്? അമൂർത്തമായിട്ടുള്ള ആശയങ്ങളല്ല, ഭൗതിക സാഹചര്യങ്ങളാണ്. അതായത് സാമ്പത്തിക ഘടകങ്ങൾ, വർഗീയ പോരാട്ടങ്ങൾ, ഇവയൊക്കെയാണ് ചരിത്രത്തിന്റെ യഥാർത്ഥ എന്ത് ചെയ്യുന്നത്, പ്രേരക ശക്തികൾ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? മാർക്സ് ആണ് അത് വാദിച്ചിട്ടുള്ളത്. അതിലെല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഹേഗല് ചരിത്രത്തെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആശയങ്ങളുടെ വികാസമായിട്ട് കണ്ടപ്പോ മാർക്സ് എന്താണ് വിശ്വസിച്ചത്? മാർക്സ് വിശ്വസിച്ചത് ചരിത്രം രൂപപ്പെടുന്നത് സാമ്പത്തിക ഘടകങ്ങളിലൂടെയും വർഗ സംഘർഷങ്ങളിലൂടെയുമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വ്യൂ പോയിന്റ് എന്താണ്? നമ്മൾ പറഞ്ഞു, കോൾ മാർക്സിന്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പൊസൈറ്റ് ചെയ്യുന്നത് സോഷ്യൽ റിലേഷൻസ്, എക്കണോമിക് കണ്ടീഷൻസ്, ഹ്യൂമൻ ലേബേഴ്സ് ഒക്കെയാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡ്രൈവിംഗ് ഫോഴ്സസ് എന്നുള്ള രീതിയിലാണ്. അപ്പോ ഹേഗൽ എന്ത് നമ്മളോട് പറഞ്ഞു? ഐഡിയലിസം, ഐഡിയാസ് ആണ് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസിനെ ഡ്രൈവ് ഓൺ ചെയ്യുന്നത്. അതാണ് അതിലേക്ക് നമ്മൾക്ക് ക്ലിക്ക് ആവേണ്ട പോയിന്റ്, ആ ഒരു കോർ പോയിന്റ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അബൌട്ട് മാക്സ് വെബേഴ്സ് വേഴ്സ്റ്റീഹൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അധികവും ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. സോ ഡിഫൈൻ മാക്സ് വെബേഴ്സ് കോൺസെപ്റ്റ് ഓഫ് വേഴ്സ്റ്റീഹൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ആസ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് ഇൻ സോഷ്യോളജി. അപ്പോ ഹായ് ആശ. സോ മാക്സ് വെബറിന്റെ ഈ ഒരു വേഴ്സ്റ്റീഹൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, വേഴ്സ്റ്റീഹൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെത്തഡോളജിക്കൽ അപ്രോച്ച് യൂസ്ഡ് ടു ഇന്റർപ്രറ്റ് സോഷ്യൽ ഫിനോമിന ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് ദോസ് ഇൻവോൾവ്ഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. മാക്സ് വെബറിന്റെ ഈ ഒരു വേഴ്സ്റ്റീഹൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു മെത്തഡോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. നമുക്കറിയാം, ഒരു മെത്തഡോളജിക്കൽ ആയിട്ട് അപ്രോച്ച് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മളുടെ സോഷ്യൽ ദാറ്റ് ഇസ് ഇന്റർപ്രറ്റ് സോഷ്യൽ ഫിനോമിനസ് ഫ്രം പെർസ്പെക്ടീവ് ഓഫ് ദോസ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു പെർസ്പെക്ടീവിന്റെ ബേസിസിൽ സോഷ്യൽ ഫിനോമിനാസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് എന്നുള്ള പോയിന്റ് ആണ് അതിൽ മനസ്സിലാക്കേണ്ടത്. സോ അത് നമ്മളിലേക്ക് എംഫസൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യം എന്താണ്? എംപതി, അതുപോലെ തന്നെ ദാറ്റ് ഇസ് ദ ഇന്റർപ്രിട്ടേഷൻസ് ഇൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന അതിന്റെ ഇമ്പോർട്ടൻസസ് കാര്യങ്ങളാണ് നമ്മളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ അവിടെ എംഫസൈസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എംഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എംപതി ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ഇൻ സോഷ്യൽ സയൻസ്. അപ്പോ it is contrasting it with objective explanation of natural sciences. Natural sciences-ന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഈ ഒരു വേഴ്സ്റ്റീഹൻ മെത്തേഡ് കോൺട്രാസ്റ്റ് ചെയ്യാണ് എന്നുള്ളത് കൂടി നമ്മൾ മൈൻഡിൽ വെക്കണം. ക്ലിയർ ആണല്ലോ? സോ വേഴ്സ്റ്റീഹൻ എന്ന് പറയുമ്പോൾ അത് ഇൻവോൾവ് ചെയ്യുന്നത് ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ ആണ് വേഴ്സ്റ്റീഹൻ മെത്തേഡിൽ ആഡ് ഓൺ ചെയ്യുന്നത്. ആൻഡ് ദ അണ്ടർസ്റ്റാൻഡിങ് the underlying motivations of social actions. സോഷ്യൽ ആക്ഷൻസിലേക്ക് അണ്ടർമൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് മനസ്സിലാക്കി തരുന്നതും ഈ ഒരു മെത്തേഡ്സിലൂടെയാണ്. സോ ഇറ്റ് ക്യാൻ ബി സീൻ ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു പോസിറ്റിവിസം ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിലുള്ള പോസിറ്റിവിസത്തിനോടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വേഴ്സ്റ്റീഹനെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് ഫോക്കസിങ് ഓൺ മീനിങ് ബിഹൈൻഡ് ഹ്യൂമൻ ബിഹേവിയേഴ്സ്. ഹ്യൂമൻ ബിഹേവിയേഴ്സിന്റെ പുറകിലുള്ള എന്താണ് ആ ഒരു മീനിങ് കാര്യങ്ങൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂ മാർക്കുണ്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുക്കണം. അപ്പൊ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഓർ ഇറ്റ് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ ഗെയിനിങ് ആൻഡ് എംപത്തറ്റിക് ആൻഡ് ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ സോഷ്യൽ വേൾഡ്. നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വേൾഡിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് it is very important or it is very important on gaining for an empathetic and interpretive understanding എന്നുള്ള എംപത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇന്റർപ്രറ്റീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ സോഷ്യൽ വേൾഡിനെ കുറിച്ച് ഇത് ഗെയിൻ ഓൺ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, മിസ് ഔട്ട് ചെയ്ത് പോകരുത്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആശ, ഹലോ, ഹായ് ആശ.
സോ മാക്സ് വെബറിന്റെ വേഴ്സ്റ്റീൻ അല്ലെങ്കിൽ ഗ്രാഹ്യം എന്ന ആശയം എന്നത് സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് സാമൂഹിക പ്രതിഭാസങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനുള്ള ഒരു രീതിശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ് എന്നുള്ള രീതിയിൽ, അതായത് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളുടെ രീതിയിൽ. സോ പ്രകൃതിശാസ്ത്രത്തിലൂടെ വസ്തുനിഷ്ഠമായിട്ടുള്ള വിശദീകരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് സാമൂഹിക ശാസ്ത്രത്തിൽ സഹാനുഭൂതിയുടെയും വ്യാഖ്യാനത്തിന്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. വേഴ്സ്റ്റീഹനിൽ നേരിട്ടുള്ള നിരീക്ഷണവും സാമൂഹിക പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള പ്രേരണ മനസ്സിലാക്കുന്നതും ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി പറയാം. വേഴ്സ്റ്റീനിൽ എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ടുള്ള നിരീക്ഷണം, നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഒബ്സർവേഷൻ എന്നുള്ളത് പറഞ്ഞില്ലേ, നേരിട്ടുള്ള നിരീക്ഷണവും സാമൂഹിക പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള പ്രേരണകൾ മനസ്സിലാക്കുന്നതും ഉൾപ്പെടുന്നുണ്ട്. മൈൻഡിൽ വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സമൂഹശാസ്ത്രത്തിലെ പോസിറ്റിവിസത്തില് ഒരു ബദലാണ് ഇത് എന്നുള്ളതാണ്. ഇത് മനുഷ്യന്റെ പെരുമാറ്റത്തിന് പിന്നിലെ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമൂഹിക ലോകത്തെക്കുറിച്ചുള്ള സഹാനുഭൂതിയോടുകൂടിയുള്ള അല്ലെങ്കിൽ സഹാനുഭൂതിയോടെയുള്ള അല്ലെങ്കിൽ വ്യാഖ്യാനപരവുമായിട്ടുള്ള ഗ്രാഹ്യം നേടുന്നതിന് ഈ ഒരു സമീപനം നിർണായകമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു 5 മാർക്കിനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതുക, അടിച്ചു പൊളിച്ച് എഴുതണം. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡിസ്ക്രൈബ് ജോർജ് സിമ്മൽസ് കോൺസെപ്റ്റ് ഓഫ് സോഷിയേഷൻ. ഓക്കെ, സോഷിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ജോർജ് സിമ്മലിനെ കുറിച്ച് ആ ആൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനും എങ്ങനെയാണ് ഹൗ ഗ്രൂപ്പ് സൈസ് സച്ച് ആസ് ഡയാഡ് ആൻഡ് ട്രയാഡ്സ് ഇൻഫ്ലുവൻസ് സോഷ്യൽ ഇന്ററാക്ഷൻ അക്കോർഡിംഗ് ടു സിമ്മൽ. അപ്പൊ 2 കാര്യങ്ങൾ നമുക്കിതിൽ കിട്ടും. എന്താണ് സോഷിയേഷൻ എന്നുള്ളതും കിട്ടും, അതുപോലെ തന്നെ ഡയാഡ് ട്രയാഡ് എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടും. അപ്പൊ നോക്കുകയല്ലേ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ജോർജ് സിമ്മല് സോഷിയേഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ആസ് ദ സ്പെസിഫിക് പാറ്റേൺസ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻസ്. ഹ്യൂമൻ ഇന്ററാക്ഷൻസിന് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ടാണ് ജോർജ് സിമ്മല് സോഷിയേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യാണ്? ഇൻഡിവിജ്വൽസ് റിലേറ്റ് ആൻഡ് ഗ്രോ ടുഗെദർ വിത്തിൻ എ സോഷ്യൽ യൂണിറ്റി. ഒരു സോഷ്യൽ യൂണിറ്റിന്റെ അകത്ത് തന്നെ ഓരോ വ്യക്തികളും എന്ത് ചെയ്യാണ്? അവർ ഒരുമിച്ച് നിൽക്കുകയാണ്, ഒരുമിച്ച് റിലേറ്റ് ആൻഡ് വിത്ത് എ സോഷ്യൽ യൂണിറ്റി. അപ്പൊ സിമ്മലിന്റെ ആ ഒരു വ്യൂ പോയിന്റിൽ അക്കോർഡിംഗ് ടു സിമ്മൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഓർ സൊസൈറ്റി ഈസ് എസെൻഷ്യലി എ കളക്ഷൻ ഓഫ് ദീസ് ഇന്ററാക്ഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സോഷ്യൽ യൂണിറ്റിന്റെ അകത്ത് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഗ്രോ ടുഗെദർ, റിലേറ്റിംഗ് ആൻഡ് ഗ്രോ ടുഗെദർ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇന്ററാക്ഷന്റെ ബേസിസിൽ, ഈ ഒരു ഇന്ററാക്ഷൻസിന്റെ ബേസിസിലാണ് ആൾ അതിനെ കാണുന്നത്. ദാറ്റ് ഇസ് സൊസൈറ്റി ഈസ് എസെൻഷ്യലി എ കളക്ഷൻ ഓഫ് ദീസ് ഇന്ററാക്ഷൻസ്. അപ്പൊ സിമ്മൽ അവിടെ ആർഗ്യൂ ചെയ്ത ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി സിമ്മൽ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഗ്രൂപ്പ് സൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സിഗ്നിഫിക്കന്റ്ലി ഇൻഫ്ലുവൻസസ് ഇന്ററാക്ഷൻസ് ഡൈനാമിക്സ്. ഗ്രൂപ്പിന്റെ സൈസുകള് അതിന് സിഗ്നിഫിക്കന്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഡയാഡ് ട്രയാഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡയാഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ദാറ്റ് ഇസ് 2. ആ ഒരു ഡയാഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 2 പേഴ്സൺ ഗ്രൂപ്പ്. അപ്പൊ അതില് നമുക്ക് കാണേണ്ടത് എന്താണ്? ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ബേസിക് യൂണിറ്റ്. ഡയാഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഇന്റൻസീവ് ആയിട്ടുള്ള, വളരെ കണക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ആയിരിക്കും ഓരോ പാർട്ടിസിപ്പൻസിനും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. വെർ ഈച്ച് പാർട്ടിസിപ്പന്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇറ്റ്സ് കണക്ഷൻസ്, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ഷൻസ് ക്യാരക്ടറൈസ് ചെയ്തത് കൊണ്ട് തന്നെ ഓരോ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫംഗ്ഷനിങ് ആണ് വഹിക്കുന്നത്. ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. ഡയാഡ് എന്നുള്ള ബേസിസിലല്ല, നമ്മൾ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ആണെങ്കിലും നമ്മളെ ഫാമിലി ആണെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെയാണ് കണക്റ്റഡ് ആവുക? വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ആയിരിക്കും നമ്മളുടെ ഓരോ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നമുക്ക് ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഫാമിലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ബേസിക് അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഈ പാർട്ടിസിപ്പൻസ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ആ ഒരു ഇന്ററാക്ഷൻ. അതാണ് ഇവിടെ ഈ ഒരു ഗ്രൂപ്പിന്റെ കാര്യത്തിലും വരുന്നത്. ഡയാഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 പേഴ്സൺ ഗ്രൂപ്പ്. അവിടെ എന്താണ്? ബേസിക് ആയിട്ടുള്ള, മോസ്റ്റ് ബേസിക് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. അവിടെ എന്ത് ചെയ്യാണ്? ഇന്റൻസീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണ് അതിന്റെ ഒരു മേജർ ക്യാരക്ടറൈസേഷൻസ്. ഗ്രൂപ്പിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഓരോ പാർട്ടിസിപ്പൻസിന്റെയും ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? ഇറ്റ് ഇസ് മേക്കിംഗ് ഇറ്റ് ഇന്റിമേറ്റ് ബട്ട് ഫ്രജൈൽ.
ഇന്റിമേറ്റ് ആക്കിയിട്ടാണ് അതിന്, അതായത് ആ ഇന്ററാക്ഷൻ്റെ ബേസിസ് ആകുമ്പോൾ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷൻ വരില്ലേ, പക്ഷെ ഇറ്റ്സ് ഫ്രജൈൽ എന്നുള്ളതും പറയുന്നുണ്ട്. ഇനി അപ്പൊ അവിടെ ഡയാഡ് കഴിഞ്ഞു, ഇനി ഏതാണ് നമ്മുടെ ട്രയാഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. 3-person ഗ്രൂപ്പ്. ട്രയാഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 3 എന്നുള്ളതാണ്. അവിടെ എന്താണ് ഈ ഡയാഡിനെക്കാളും കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൊണ്ടുവരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇറ്റ് ഇസ് ഹാവിംഗ് എ കോംപ്ലക്സിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പോ the addition of a third member allows for dynamics like coalitions and mediations. അപ്പോൾ 2 പേര് എന്നുള്ള രീതിയിലല്ല, ഒരാളും കൂടി ആ 2 ഒരാളും കൂടി ആഡ് ഓൺ ചെയ്ത് വരുമ്പോൾ അവിടെ ചില ക്യാരക്ടറൈസേഷൻസ് വരുന്നുണ്ട്. അവിടെ എന്താണ് പോസിബിൾ ആവുന്നത്, അവിടെ ഒരു കോയലീഷനും മീഡിയേഷൻസും കാര്യങ്ങളൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. മെമ്പേഴ്സ് അലൗസ് ഡൈനാമിക്സ്. അവിടെ എന്താണ് കോയലീഷൻസും മീഡിയേഷൻസും സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ക്യാൻ സർവൈവ് ഇഫ് 1 member ലീവ്സ്. അപ്പൊ 3 പേരുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഡയാഡ് അല്ല ട്രയാഡാണ്. അപ്പൊ ഇതില് ഇയാൾ അങ്ങ് പോയി എന്നുണ്ടെങ്കിലും ഈ ഗ്രൂപ്പ് അവിടെ നിലനിൽക്കും. ഇപ്പൊ ഇയാൾക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഗ്രൂപ്പിന്റെ സിസ്റ്റം ഒന്നും, ഇയാൾ പോയാൽ ആ ഗ്രൂപ്പ് അവിടെ നിലനിൽക്കും അല്ലെ. ഒരു മെമ്പർ ലീവ് ചെയ്താലും ആ ഒരു ഗ്രൂപ്പ് അവിടെ എന്ത് ചെയ്യും, നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോ ഗ്രൂപ്പുകൾ വീണ്ടും വീണ്ടും മെമ്പേഴ്സ് ആഡ് ഓൺ ചെയ്ത് ലാർജറായി മാറുമ്പോൾ എന്ത് ചെയ്യും, പേഴ്സണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് കുറയും, പക്ഷേ സ്ട്രക്ചേർഡ് ആയിട്ട് മാറും. ഇപ്പൊ നമ്മളുടെ കാര്യമാണെങ്കിൽ തന്നെ പറയാം, നമ്മുടെ കോളേജിൽ നമുക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവും അല്ലെ. ഒരു 4 പേരോ അല്ലെങ്കിൽ ഒരു 3 പേരോ, മാക്സിമം 3 പേരാണ് കാണാറ്. 3 പേരുണ്ടാവും. അതിലേക്ക് അവർ ഭയങ്കരമായിട്ടുള്ള കണക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതേപോലെ തന്നെ കുറച്ച് പേരും കൂടി അവിടെ ആ ഒരു ഗ്യാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 പേർക്കും തമ്മിൽ ഉണ്ടായിരുന്ന ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് കുറയും. പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് കുറയും. കാരണം ഇവർ എന്താണ് ലാർജറായി മാറുകയാണ്. പക്ഷേ ഇറ്റ് ഈസ് മോർ സ്ട്രക്ചർഡ് ഓൺ ദ ബേസിസ് ഓഫ് കമ്മിങ് ടു അവർ പെർസ്പെക്റ്റീവ്. സോ അതാണ് എന്ത് സോഷ്യേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ സൈസ്, അതായത് ഡയാഡ് ട്രയാഡ് എന്നുള്ളത് സോഷ്യൽ ഇന്ററാക്ഷൻസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് സിമ്മൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വ്യൂ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ.